നഗരത്തിൽ പുതുതായി നിർമ്മിച്ച പോലീസ് എയ്ഡ് പോസ്റ്റ് കെട്ടിടം നാടിന് സമർപ്പിച്ചു. 1996-ൽ പ്രവർത്തനം ആരംഭിച്ച പോലീസ് എയ്ഡ് പോസ്റ്റ് കെട്ടിടം അപകടാവസ്ഥയിലായതോടെയാണ് പുനർനിർമ്മിക്കാനുള്ള തീരുമാനം ട്രാഫിക് പോലീസ് കൈക്കൊള്ളുന്നത്. നഗരസഭാ സഹായത്തോടെ പ്രയോജകരെ കണ്ടെത്തി നിർമ്മാണം പൂർത്തിയാക്കിയ കെട്ടിടം MK രാഘവൻ MP ഉദ്ഘാടനം ചെയ്തു. റീഗേറ്റ് ബിൽഡേഴ്സിന്റെ സഹായത്തോടെ പഴയ കെട്ടിടത്തിന് സമീപത്തായാണ് പോലീസ് എയ്ഡ് പോസ്റ്റ് കെട്ടിടം നിർമ്മിച്ചത്. 1996-ൽ പ്രവർത്തനം ആരംഭിച്ച പോലീസ് എയ്ഡ് പോസ്റ്റ് അന്നത്തെ മുഖ്യമന്ത്രി MK ആന്റണിയായിരുന്നു ഉദ്ഘാടനം ചെയ്തത്. തുടക്കത്തിൽ ഒരു SIയും 4 പോലീസുകാരും ഉണ്ടായിരുന്ന ഇവിടെ ഇപ്പോൾ ഒരു SIയും ഒരു പോലീസുകാരനും മാത്രമാണുള്ളത്. മേൽക്കൂരയിലെ സിമന്റ് തേപ്പ് അടർന്നും ചുമരുകളിൽ വിള്ളൽ വീണും പഴയ കെട്ടിടം തകർച്ചയുടെ വക്കിലായിരുന്നു. തണൽ മരത്തിന്റെ വേരുകൾ കെട്ടിടത്തിന്റെ അടിയിലൂടെ വളർന്നതാണ് നാശത്തിനിടയാക്കിയത്. ഒരു വർഷമായി നഗരത്തിൽ ടാക്സി സ്റ്റാൻഡിന് സമീപത്തെ കടമുറിയിലായിരുന്നു താൽക്കാലികമായി എയ്ഡ് പോസ്റ്റ് പ്രവർത്തനം നടത്തിയത്. ഇതോടെയാണ് ട്രാഫിക് പോലീസ് പുതിയ കെട്ടിട നിർമ്മാണത്തിന് പദ്ധതിയിട്ടത്. നഗരസഭാ സഹായത്തോടെ പ്രയോജകരെ കണ്ടെത്തിയാണ് നിർമ്മാണം പൂർത്തീകരിച്ചത്. രാമനാട്ടുകരയിൽ പുതുതായി നിർമ്മിച്ച പോലീസ് എയ്ഡ് പോസ്റ്റ് കെട്ടിടം MK രാഘവൻ MP നാടിന് സമർപ്പിച്ചു. രാമനാട്ടുകര മുനിസിപ്പാലിറ്റി മറ്റ് മുനിസിപ്പാലിറ്റിയിൽ നിന്ന് വ്യത്യസ്തമായി വികസന പ്രവർത്തനങ്ങളിൽ ഏറ്റവും മാതൃകയായി മാറിയിട്ടുള്ള ഒരു മുനിസിപ്പാലിറ്റിയാണെന്ന് ആമുഖമായി പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. വികസന കാര്യങ്ങളെല്ലാം തന്നെ വളരെ കൃത്യമായി സമയബന്ധിതമായി കാര്യങ്ങൾ ചെയ്തു തീർക്കുന്ന ഒരു ഭരണസമിതി എന്ന നിലക്ക് ആ ഭരണസമിതിയുടെ ഒരു ശ്രമത്തിൻ്റെ ഫലമായിട്ടാണ് റീഗേറ്റുമായി സഹകരിച്ചുകൊണ്ട് ഇവിടെ ഒരു പോലീസ് എയ്ഡ് പോസ്റ്റ് ഒരു പുതുക്കിയ കെട്ടിടത്തിലൂടെ വീണ്ടും ഇവിടെ നമ്മുടെ മുമ്പിൽ യാഥാർത്ഥ്യമായിരിക്കുന്നു. നഗരത്തിലെ CCTV ക്യാമറ കൺട്രോൾ പാനലിന്റെ മോണിറ്റർ ഉൾപ്പെടെയുള്ള സംവിധാനം പുതിയ കെട്ടിടത്തിലേക്ക് മാറ്റി. രാമനാട്ടുകരയിലെ വിവിധ സ്ഥലങ്ങളിൽ കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി രാമനാട്ടുകര യൂണിറ്റ് നൽകിയ CCTV ക്യാമറകളുടെ കൺട്രോൾ സംവിധാനം എയ്ഡ് പോസ്റ്റിലാണ്. അതിനാൽ ഗതാഗതക്കുരുക്ക്, ക്രമസമാധാന പ്രശ്നങ്ങൾ എന്നിവ നേരിട്ട് പോലീസ് എയ്ഡ് പോസ്റ്റിൽ നിന്ന് നിരീക്ഷിച്ച് ട്രാഫിക് പോലീസിന് പെട്ടെന്ന് നടപടിയെടുക്കുവാനും സാധിക്കും. നഗരസഭാ ചെയർപേഴ്സൺ ബുഷ്ര റഫീഖ് അധ്യക്ഷനായി. പൊതുമരാമത്ത് സ്ഥിരം സമിതി ചെയർമാൻ PK അബ്ദുൾ ലത്തീഫ്, ക്ഷേമകാര്യ സ്ഥിരം സമിതി ചെയർപേഴ്സൺ BM പുഷ്പ, നഗരസഭാ സെക്രട്ടറി ശ്രീജിത്ത്, മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർ VM ഉമ്മർ, എയ്ഡ് പോസ്റ്റ് SI M രാജശേഖരൻ എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, രാമനാട്ടുകര.